അപ്പോൾ ഇന്നലെ സൈഹണ്ടിലെ ഭാഗമായിട്ട് നമ്മൾ 35 സ്ഥലങ്ങളിൽ ആണ് വെരിഫിക്കേഷൻ സിറ്റി ലിമിറ്റിൽ നടത്തിയത്. അതിനകത്ത് ഭാഗമായിട്ട് 6 കേസുകൾ എടുത്തിട്ടുണ്ട്, 8 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു കേസ് ഏലൂർ പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസാണ്. ഇതിനകത്ത് നമ്മൾ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ശരിക്കൊരു അഭിഷേക് എന്നയാൾ പഠിക്കുന്ന ഒരു പയ്യനാണ്. അയാളുടെ അക്കൗണ്ട് കൂടെയാണ് ഈ ഒത്തിരി സൈബർ തട്ടിപ്പുകൾ കൂടെ വരുന്ന പൈസ വരുന്നതും ഈ പൈസ വിഡ്രോ ചെയ്യപ്പെടുന്നതും അത് മറ്റ് കുറച്ച് അക്കൗണ്ടുകളിലേക്ക് ഇവർ റീഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ അഭിഷേകിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഹാഫീസ് എന്നയാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഹാഫീസിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങൾ എടുത്തിട്ട് അദ്ദേഹത്തിനെ നമ്മൾ നോക്കി പോയ സമയത്ത് പുള്ളി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിന്ന് കുറേ പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അവിടെ വെച്ച് കൈയോടി ഈ ഒരു ഫ്രോഡ് നടത്തുന്ന സമയത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഈ ഹാഫീസ് എന്നയാൾ കുറേ സ്റ്റുഡൻറ്റുകളിൽ നിന്ന് ഇതുപോലെ അക്കൗണ്ടുകൾ ആവശ്യപ്പെട്ടിട്ട് ആ അക്കൗണ്ടുകൾ സ്റ്റുഡൻറ്റുകളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറേ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറേ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. നെക്സ്റ്റ് ഇദ്ദേഹത്തിനോടൊപ്പം വേറെ ഒരാൾ കൂടെ, ഒരു അൽത്താഫ് എന്നയാളുണ്ട്. അയാൾ കൂടെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ ഈ വിഡ്രോളുകൾ ചെയ്യുന്നത് വേറെ അക്കൗണ്ടുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വേറെ കുറച്ച് ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ പിടിക്കാനുണ്ട്, അറസ്റ്റ് ചെയ്യാനുണ്ട്. ഈ അഭിഷേകിൻ്റെ അക്കൗണ്ട് ആൾറെഡി ഒരു 4 സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ തട്ടിപ്പുകളിൽ ആ അക്കൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ വിവരങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ കൂടെ മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമ്മൾ അവരുടെ പ്രാഥമിക അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലായത് ഒരു 10ഓളം അക്കൗണ്ട് ഇവരുടെ കയ്യിലുണ്ട്. ഇനി കൂടുതലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം മനസ്സിലായത് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് എന്നതാണ്. അതെ, ഇവർക്ക് ഈ അക്കൗണ്ടുകൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ പൈസയിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷൻസ്ക്ക് ഇത്ര കമ്മീഷൻ വെച്ചിട്ടാണ് ഇവർക്ക് തരുന്നതും. മറ്റ് ഇതിനകത്ത് കുറേ USDT ട്രാൻസാക്ഷൻസ് കൂടെ ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ അന്വേഷിച്ചാൽ നമുക്ക് നല്ല വിവരങ്ങളെല്ലാം കിട്ടും. കൂടുതൽ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല ഇവർ ഇത്തരത്തിലുള്ള അവർ കൊടുക്കുന്ന അക്കൗണ്ടുകൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാർ വിദ്യാർത്ഥികൾ തന്നെയാണ്. പക്ഷേ ഇവർക്കറിയാം ശരിക്കും ഇവർ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടെ വരുന്ന പൈസ ഇതിൽ കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെന്ന വിഷയം ഇവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതുപോലെ അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണമെന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അതൊന്നും അറിയില്ല. നമ്മൾ ബാക്കി ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ അറിയൂ. അല്ല, വേറെ വേറെയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ കൂടെയാണ്. ഇപ്പോൾ ഈ അഭിഷേകിൻ്റെ അയൽവാസിയുടെ സുഹൃത്താണ് ഈ ഹാഫീസ് എന്നയാൾ. അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടത്. മറ്റ് ഉള്ളവർ കൂടെ ഇതുപോലെ ഒരു കോളേജിൻ്റെ സുഹൃത്തുക്കൾ അടുത്ത് നിന്ന് പരിചയപ്പെട്ടത്. അറിയാം. അതെ അതെ. അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നലെ ഇവർ വിഡ്രോ ചെയ്യുന്നത് ഈ അൽത്താഫിൻ്റെ ചെക്ക് ബുക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അക്കൗണ്ട് ഇങ്ങോട്ട് കൈമാറുമ്പോൾ അക്കൗണ്ടിൻ്റെ ബേസിക് KYCയും അതോടൊപ്പമുള്ള ചെക്ക് ബുക്കുകൾ, കാർഡുകൾ എല്ലാം കൂടിയിട്ടാണ് കൈമാറുന്നത്.
നമ്മളിനി കുറച്ച് അവയർനെസ് ക്യാമ്പയിനുകൾ ഭാഗമായിട്ട് കോളേജുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഇതിൻ്റെ അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യും. ഇനി അടുത്തൊരു മാസത്തിലുള്ള കുറേ കോളേജുകൾ കവർ ചെയ്ത് നമ്മൾ ഈ ഒരു ഇത് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് കൊച്ചിൻ സിറ്റിയിൽ എല്ലാം വെരിഫൈ ചെയ്യുന്നതിനെ കിട്ടിയത് ഏകദേശം 300ഓളം ഉണ്ട്. അപ്പോൾ ബാക്കി കുറേ എണ്ണം ഇതിനകത്ത് മറ്റ് സംസ്ഥാനത്തിൻ്റെ ആൾക്കാരായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരുടെ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതിലിനി കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മൾ ഇനി നടപടി എടുക്കും. അല്ല, അതൊന്നും എല്ലാ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ വിശദമായി പരിശോധന ചെയ്തിട്ട് മാത്രമേ മനസ്സിലാവൂ. ഇപ്പം നിലവിൽ ഒരു 6 ലക്ഷമാണ് ഇവർ ഇന്നലെ വിഡ്രോ ചെയ്തത്. അപ്പോൾ ആ പൈസ കൂടെ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങളിലാണ് വിഡ്രോ ചെയ്തത്. ഒരു സ്ഥലത്ത് 4 ലക്ഷം, ഒരു സ്ഥലത്ത് 2 ലക്ഷം. അത് പല രീതിയിലാണ്. അപ്പോൾ അക്കൗണ്ടുകളിൽ കിട്ടുന്ന പൈസ പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയുണ്ട്. കുറച്ച് വിഡ്രോ ചെയ്തിട്ട് പൈസ വേറെ ആൾക്ക് എത്തിക്കുന്നതുണ്ട്. വിഡ്രോ ചെയ്തിട്ട് വേറെ അക്കൗണ്ടുകളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അങ്ങനെ പല മോഡൽസിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റുഡൻസ് തന്നെയാണ്. ബാക്കി ഈ 3 പേര്. ബാക്കി ആൾക്കാർ ഇവരെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ആരാണ് എന്ന് കണ്ടുപിടിക്കാനുണ്ട്. അത് നമ്മൾ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ട് അടുത്ത നടപടി ഉണ്ടാവും. അത് വേറെ വേറെയാണ്, കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിനകത്ത് നമ്മൾ അതെല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.